ശരിയാണ്. കൽപ്പാത്തിയിൽ നിന്നാണ് ജി ശ്രീത്ത് വിവരം നൽകുന്നത്. ശ്രീത്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണ പാലക്കാട് നഗരസഭയിൽ കിട്ടിയ അത് 6500ഓളം വോട്ടുകളുടെ ലീഡ് അവസാനം വരെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രീധരന് കഴിഞ്ഞപ്പോൾ ഈ അവസാനം ഈ കണ്ണാടി എണ്ണുന്ന സമയത്ത് പോലും കണ്ണാടിയിൽ UDF-നും BJP-ക്കും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് 1300 വോട്ടുകളുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് തൊട്ട് മുമ്പ് എണ്ണിയ മാത്തൂരിൽ ഏതാണ്ട് 2400 വോട്ടുകളുടെ വ്യത്യാസം വന്നു. ഈ രണ്ട് ചെറിയ വ്യത്യാസത്തിലാണ് അവസാനം അടിച്ചു കയറി വരുവാനായിട്ട് ഷാഫി പറമ്പലിന് കഴിഞ്ഞത്. യെസ്, അരുൺ കൂടിയുണ്ട്. അരുൺ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പാലക്കാടിലെ ഒരു കാര്യം കൂടി പരിശോധിക്കാം. കാരണം എല്ലാ തവണയും പാലക്കാട് ഈ വോട്ട് കച്ചവടം ചർച്ചയായിരുന്നു. അതായത് ലെഫ്റ്റ് വോട്ടുകൾ അവസാന ഘട്ടത്തിൽ UDF-ലേക്ക് മറിക്കുന്നു. പക്ഷേ അത് സമ്മതിക്കില്ല, മതേതര വോട്ടുകൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അങ്ങനെയാണ് സ്വന്തം ഇഷ്ടത്തിന് കൊടുക്കുന്നതാണ്. എന്തായാലും ഇത്തവണ അത് ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും കൂടുതൽ പറഞ്ഞ സരിനാണ് അത് ഉണ്ടാവില്ലെന്ന് ആവർത്തിക്കുന്നുണ്ട്. അരുൺ, LDF വോട്ടുകൾ കിട്ടാതെ UDF-ന് വിജയിച്ച് കയറാൻ കഴിയുന്ന ഒരു സൂത്രവാക്യം എന്താണ് പാലക്കാട് വർക്ക് ചെയ്യാൻ സാധ്യത? അത് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ എന്താണ്? കഴിഞ്ഞ ലോക്സഭാ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചില അവകാശവാദങ്ങൾ UDF നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് LDF സഹായം ഇല്ലാതെയും കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിഞ്ഞു, പൊളിറ്റിക്കൽ വോട്ട് ഞങ്ങൾക്ക് അവിടെ ഉണ്ട് എന്നതാണ് UDF-ന്റെ വാദം. അത് വസ്തുതയാണോ അരുൺ? കൊണ്ട് ഇവിടെ UDF ജയിക്കാനാകുമോ എന്ന കാര്യം സംശയമുണ്ട്. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിന്റെ വിജയത്തിന്റെ പാറ്റേൺ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. കണ്ണാടിയൊക്കെ എത്തുമ്പോൾ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് ലഭിച്ച വോട്ടുകൾ അത് സ്വാഭാവികമായും CPM-ന്റെ സ്ട്രോങ് ഹോൾഡാണ്. CPM-ന്റെ കേഡർ വോട്ടുകൾ പോലും കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിന് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ ഏറ്റവും വിവാദമായ ഒരു കാര്യം ഇടതുമുന്നണി സ്ഥാനത്തെ P സരിന്റെ വാക്കുകളാണ്. അത് P സരിൻ ആദ്യമായി പറഞ്ഞതല്ല. CPM നേതാക്കൾ പലപ്പോഴും നിയമസഭയിൽ ഉൾപ്പെടെ ഷാഫി പറമ്പിലിനെതിരെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പറഞ്ഞു, എങ്ങനെയാണ് സ്പീക്കർ ഉൾപ്പെടെ പറഞ്ഞത്, എങ്ങനെയാണ് ഷാഫി പറമ്പിലൂടെ വന്നത്, ആരുടെ വോട്ട് കൊണ്ടാണ് വന്നതെന്ന കാര്യം ഓർക്കണമെന്ന് AN ഷംസീർ നിയമസഭയിൽ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിരുന്നു. അത്തരത്തിൽ CPM-ന്റെ കേഡർ വോട്ടുകൾ അടക്കം കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ, പ്രത്യേകിച്ച് കണ്ണാടിയും ഒക്കെ പിരായിരിയിൽ ലീഡ് വരുമ്പോഴും കണ്ണാടിയാണ് ആ ലീഡ് പിടിച്ചു നിർത്താൻ ഷാഫി പറമ്പിലിനെ സഹായിച്ചത്. അത് CPM വോട്ടുകളാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഇത്തവണയും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് CPM-ലെ കേഡർ വോട്ടുകളടക്കം ഞങ്ങൾക്ക് ലഭിക്കും. ആ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. UDF-ന് അത് ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ BJP-യുടെ ഏറ്റവും വലിയ പ്രതീക്ഷ തന്നെ അതിന്റെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. BJP-യുടെ ഏറ്റവും വലിയ പ്രതീക്ഷ CPM 2 പഞ്ചായത്തുകൾ ലീഡ് ചെയ്യും. ആ ലീഡ് കോൺഗ്രസിനെ പിന്നോട്ടടിക്കുമെന്നാണ് BJP-യുടെ പ്രതീക്ഷ. അതായത് കണ്ണാടിയും മാത്തൂരും, കണ്ണാടി CPM ഭരിക്കുന്ന പഞ്ചായത്താണ്, മാത്തൂർ CPM-ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലും CPM വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ്. ഈ 2 മണ്ഡലങ്ങളിലും ഇടതുമുന്നണി ലീഡ് ചെയ്യും. പിരായിരിയിൽ UDF-ന്റെ ലീഡ് കുറയും. അതാണ് BJP-യുടെ പാലക്കാട്ടെ വിജയപ്രതീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. അത് നഗരമേഖലയിൽ അവർ നേടുന്ന ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക്. അതുകൊണ്ട് ഇടത് വോട്ടുകൾ പൂർണ്ണമായും CPM-ന്റെ കേഡർ വോട്ടുകളും ഇടത് മുന്നണിയുടെ ആഭിമുഖ്യമുള്ളവരുടെ വോട്ടുകളും പൂർണ്ണമായി സരിനിലേക്ക് വന്നാൽ അവിടെ സാധ്യത അടയപ്പെടുന്നത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാകും. പകരം CPM-നുള്ള പ്രതീക്ഷ ഈ CPM വോട്ടുകൾക്ക് പുറത്ത് BJP-യിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ചില വോട്ടുകൾ CPM-ലേക്ക് സരിനിലേക്ക് വരും. അതാണ് CPM-ന്റെ പ്രതീക്ഷ. സരിന്റെ ഉറച്ച പ്രതീക്ഷ അത് തന്നെയാണ്. അതാണ് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ചിത്രത്തെ ഏറ്റവും രസകരവുമാക്കുന്നത്. കാരണം മറ്റു പാർട്ടികളിൽ നിന്ന് കിട്ടേണ്ട വോട്ടുകൾ കൂടി വന്നാൽ മാത്രമേ ഇവിടെ 2 മുന്നണി സ്ഥാനാർത്ഥികൾ ജയിക്കാനാകൂ. BJP-ക്ക് തങ്ങളുടെ വോട്ട് നിലനിർത്തുന്നതിനൊപ്പം CPM കൃത്യമായി തന്നെ അവരുടെ വോട്ട് പിടിക്കണം. എങ്കിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിനെ മറികടന്ന് BJP-ക്കും മുന്നിലേക്ക് വരാനാകൂ. അതാണ് പാലക്കാട്ടെ ഈ തിരഞ്ഞെടുപ്പ് കണക്കുകളുടെ ഏറ്റവും രസകരമായ വസ്തുത. ശരി, ഇതാണ് പാലക്കാട് ഇത്തവണയും കൂട്ടിയും കിഴിച്ചും മുന്നണികൾ പോകുന്നത് 2021-മായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ്. ആ ഒരു ട്രെൻഡ് അല്ല ഇത്തവണത്തേതെങ്കിൽ UDF അതാണ് പറയുന്നത്. അതൊന്നുമല്ല, 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ തവണത്തെ മേധാവിത്വം നേടുവാനായിട്ട് BJP-ക്ക് കഴിയില്ല എന്നുള്ളതാണ്. സാഹിത്യ അതിനൊരു വസ്തുത കൂടി അവർ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലമാണ്. അത് കൃത്യമായി പരിശോധിക്കാം. മഞ്ജുഷ, ഈ 2029-ൽ BJP-യുടെ നഗരസഭാ ലീഡ് 6239. അതെ, പിരായിലേക്ക് വരുമ്പോൾ UDF 6201 ലീഡ് തിരിച്ചു പിടിച്ചു. അതായത് അവിടെ തന്നെ പിരായിരിയിൽ തന്നെ കോൺഗ്രസ് എന്ന് മറുപടി കൊടുത്തിരുന്നു. അതായത് രണ്ട് സ്ഥലങ്ങൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ നഗരസഭയും പിരായിരിയും എണ്ണിക്കഴിഞ്ഞപ്പോൾ 500 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് അവിടെ BJP-ക്ക് ഉണ്ടായത്. പിന്നെ സംഭവിച്ചത് മാത്തൂരിലെ ഇടതുകോട്ടയിലും കണ്ണാടിയിൽ, മാത്തൂർ പൂർണ്ണമായി ഇടതുകോട്ടയല്ല എങ്കിലും LDF-ന് സ്വാധീനമുള്ള മാത്തൂരിലും കണ്ണാടിയിലേക്കും എത്തുമ്പോൾ അവിടെ സംഭവിച്ചത് UDF രണ്ടാമതെത്തി എന്നതാണ്. അവിടെ ലെഫ്റ്റാണ് ലീഡ്, അവിടെ LDF-നായിരുന്നു ലീഡ്, പക്ഷെ നേരിയ ലീഡ്. ആ ലീഡറാണ് കളിമാറിയത്. അവിടെയാണ് ഒരു 2400 വോട്ടുകളുടെ ഡിഫറൻസ് UDF-ന് BJP-യേക്കാൾ ഉണ്ടായി. BJP മൂന്നാമത് പോയി അല്ലേ? ആ ഡിഫറൻസ് നിർണായകമായി. അവിടെ എത്തിയപ്പോഴേക്കും ഒരു 1900 വോട്ടിന്റെ ലീഡ്
ഷാഫിക്കായി. അവിടെയാണ് ഇവിടെയാണ് അവസാനം കണ്ണാടിയിൽ അതെ, അത് അവിടെയാണ് ഈ LDF ക്യാമ്പുകൾ അനൗദ്യോഗികമായെങ്കിലും സമ്മതിക്കുന്നത്. അവിടെ ഞങ്ങളുടെ കേഡർമാരെ കൊണ്ട് അവസാന ഘട്ടം വോട്ടുമറിപ്പിച്ചു, അങ്ങനെയാണ് ജയിച്ചത് എന്നത്. പക്ഷേ അതിനെ കൗണ്ടർ ചെയ്യുന്ന കോൺഗ്രസ് 2023 ലോക്സഭയിലാണ്. ലോക്സഭയിൽ സ്വാഭാവികമായും പൊളിറ്റിക്കൽ പോളിറ്റ് ബ്യൂറോ അംഗം പങ്കെടുക്കുന്ന ഇടമാണ്. അവിടെ വോട്ടുമറിക്കൽ കേസിനെ കുറിച്ച് പറയേണ്ടതില്ല. പക്ഷേ അവിടെ സംഭവിക്കുന്നതും അവിടെയും LDFന് ആ വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടറാണ്, അതിനപ്പുറത്തേക്കുള്ള വോട്ട് കച്ചവടം നടന്നത്. പക്ഷേ സരിൻ അതിനപ്പുറമാണ് പറയുന്നത്. സരിൻ പറയുന്നത് ഈ കണ്ണാടിയിലും മാത്തൂരിലും അവസാനം എണ്ണുന്ന ഈ 2 പഞ്ചായത്തുകളിലും LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ ലീഡ് കിട്ടുമെന്ന് സരിൻ പറയുകയാണ്. അതുപോലെ തന്നെ പിരായിരി എന്ന് പറയുന്ന രണ്ടാമത്തെ പഞ്ചായത്ത്, അവിടെ വരുമ്പോഴത്തേക്കും LDFനും UDFനും തമ്മിലുള്ള വ്യത്യാസം നാരോ ആയിട്ട് മാറുമെന്നുള്ളതാണ്. അത് നടക്കുകയാണെങ്കിൽ ഗുണം കിട്ടുന്ന BJPക്കാണ്, അല്ലേ? അതായിരിക്കും സംഭവിക്കാൻ സാധ്യത. ഏത് തരത്തിലേക്ക് അത് പോകുന്നു? ഒരു കാര്യം വ്യക്തമാണ്, ഈ നഗരസഭയുടെ ഈ BJPയുടെ മേഖലകളിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ BJP മേഖലകളിൽ 85% പോളിംഗ് നടന്ന ചില ഇടങ്ങളുണ്ട്. അത് ഞങ്ങളുടെ ഒരു വർക്കിന്റെ ഭാഗമായി വടക്കന്തറയും അതിനോട് അനുബന്ധമായുള്ള ബൂത്തുകളിലും വലിയ പോളിംഗ് ഉണ്ട്. അത് BJP അനുകൂലം. ഇതാണ് ഇത്തവണത്തെ അവരുടെ കോൺഫിഡൻസ്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 2000-ഓളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് നഗരസഭയിൽ. ആകെ പോൾ ചെയ്തതിൽ ശതമാനം നമ്മൾ നോക്കണ്ട, 2000-ഓളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് നഗരസഭയിൽ. അതിന് BJP പറയുന്ന ന്യായം, ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ്സിൽ അത് സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ കൃത്യമായിട്ട് കേഡർ വർക്ക് അവിടെ നടത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. ശരിയാണ്, അത് പരിശോധിച്ച് നോക്കുമ്പോഴും അതാണ് കാണുന്നത്. ഏതാണ്ട് 79-80% വോട്ടുകൾ ആ സ്ഥലങ്ങളിൽ പോൾ ചെയ്തിട്ടുണ്ട്. അതായത് BJPയുടെ ശക്തി കേന്ദ്രമായ ബൂത്തുകളിൽ. സരിൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വലിയ വിജയ പ്രതീക്ഷയാണ് ഇന്നലെ രാത്രി സംസാരിച്ചപ്പോഴും സരിൻ പ്രകടിപ്പിച്ചത്. പക്ഷേ